നമ്മൾ പലരും ഇന്നൊരു യു എയിൽ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ വലിയൊരു ഭീമമായ തുക കൊടുത്താണ്. പലരും ഇൻഡിവിജ്വലായിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ 3000 4000 ദിർഹം കൊടുത്തിട്ടാണ് നല്ല പ്ലാനുകൾ എടുക്കുന്നത്. ഇനി ബേസിക് പ്ലാനുകളാവട്ടെ ദുബായ് അല്ലെങ്കിൽ അബുദാബി പോലുള്ള എമിറേറ്റുകളാണെന്ന് വെച്ചാൽ 725 അല്ലെങ്കിൽ 700 ദിർഹത്തിൻ്റെ മുകളിലാണ് പലർക്കും പ്രീമിയമായി വരുന്നത്. ഈ സമയത്താണ് നമ്മൾ ഗ്രൂപ്പ് ഇൻഷുറൻസിനെ കുറിച്ച് ശ്രദ്ധിക്കാതെ പോകുന്നത്. ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ ഈവൻ 5 പേരുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കാം. ഇനി 2 പേരുണ്ടെങ്കിൽ പോലും നല്ല പ്ലാനുകൾ അഥവാ SME ഗ്രൂപ്പ് ഇൻഷുറൻസുകളും നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഡയറക്റ്റ് സ്പെഷ്യലിസ്റ്റ് ആക്സസോ ഡയറക്റ്റ് ഹോസ്പിറ്റൽ ആക്സസോ ഉള്ള പ്ലാനുകളാണ് വെച്ചാൽ 900 അല്ലെങ്കിൽ 940 ദിർഹത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഏറ്റവും കുറഞ്ഞ ബേസിക് പ്ലാനുകളാണ് വെച്ചാൽ നമ്മളൊരു ഇൻഡിവിജ്വൽ പ്ലാൻ എടുക്കണമെങ്കിൽ 725 ദിർഹത്തിലൊക്കെയാണ് ദുബായ് വിസ ഹോൾഡേഴ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഗ്രൂപ്പിലാണെങ്കിൽ നമുക്ക് 600 ദിർഹത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഷാർജ പോലുള്ള എമിറേറ്റുകളാണ് വെച്ചാൽ 300 ദിർഹത്തിലും നമുക്ക് വലിയ വലിയ ഗ്രൂപ്പുകളൊക്കെയാണ് വെച്ചാൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്ലാനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ പ്ലാൻ എടുക്കുമ്പോൾ വളരെ കൂടുതൽ പ്രീമിയം അടയ്ക്കുകയും ബെനിഫിറ്റ് ആണെന്ന് വെച്ചാൽ വളരെ കുറവാണ്. ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റും കൂടുതലാണ്, പ്രീമിയം കുറവാണ്. ഇനി ഒരു എംപ്ലോയി പുതുതായി വരുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് തീരാവുന്ന ഡേയ്സിനുള്ള അഥവാ പ്രോരാഡേ ബേസിലാണ് നമ്മൾ പ്രീമിയം ചാർജ് ചെയ്യുന്നത്. ഒരു എംപ്ലോയി പോവുകയാണെങ്കിൽ ആ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. ഇനി ബെനിഫിറ്റുകളാണെങ്കിൽ നാട്ടിൽ കവറേജും ഡെൻ്റൽ, ഒപ്റ്റിക്കൽ, അതേപോലെ തന്നെ ആയുർവേദ പോലുള്ള കവറേജുകളെല്ലാം ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്ലാനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബേസിക് പ്ലാനുകളാണെങ്കിൽ പോലും 600 ദിർഹത്തിൻ്റെ പ്ലാനുകളാണെങ്കിൽ പോലും ഈ ഡെൻ്റൽ ബെനിഫിറ്റും ആയുർവേദം എല്ലാം കവേർഡാണ്. 2 ടൈപ്പ് ഗ്രൂപ്പ് ഇൻഷുറൻസുകളാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയത്. ഒന്ന് ബേസിക് ഗ്രൂപ്പ് ഇൻഷുറൻസുകളും 2 SME ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്ലാനുകളും. SME ഗ്രൂപ്പ് ഇൻഷുറൻസുകളാണെന്ന് വെച്ചാൽ ഇതിലെ ബെനിഫിറ്റുകൾ ഒരുപാട് മാറ്റമുണ്ട്. നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് മേടിക്കാനുള്ള സൗകര്യവും ഇന്ന് മാർക്കറ്റ് അവൈലബിൾ ആണ്. പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ കമ്പനി നിലവിൽ കുറച്ച് പേർക്ക് ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് ഉണ്ട്, ബാക്കിയുള്ള ആളുകൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് മതി. ഇങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കാം. അവർ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് എന്നാണോ തീരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇവർ ആഡ് ചെയ്യാം. ഇനി വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും നിങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഗ്രൂപ്പ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഇൻഷുറൻസിനെ കുറിച്ചുള്ള പ്ലാൻ്റെ ഡീറ്റെയിലുകളും നെറ്റ്വർക്ക് ലിസ്റ്റുകളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്.